പാലിരിക്കട്ടെ. നിങ്ങൾ തമ്മിൽ അന്ന് അവിടെ എന്താ സംഭവിച്ചത്? എവിടെ? അത് തന്നെ, ആ മാറ്റർ. ഇപ്പൊ തന്നെ പറയണോ? പറയുന്നുണ്ടോ? പറയാ. അല്ല, അത് പിന്നെ അന്ന് രാത്രി ഞാൻ അല്പം ഫിറ്റായിരുന്നു. എന്ത്? അല്ല, മദ്യം ഓവറായിട്ട് അടിച്ചല്ലേ? ബാക്കി പറ. കാലുതെറ്റി രണ്ടുപേരും താഴത്തേക്ക് വീണു. അവള് താഴത്ത് വീണപ്പോ ഞാൻ മേലെ, അവള് കീഴെ മേലെ മേലെ. നിർത്തുന്നുണ്ടോ? ഇതെന്താ ക്രിക്കറ്റ് മാച്ചോ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ? നീ തന്നെയല്ലേ പറഞ്ഞ പറയാൻ. അതിനിങ്ങനെ പറയണോ? പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. ഇനി ഞാനൊന്നും പറയില്ലേ. എന്ത്? ഇനിയൊന്നും പറയില്ലെന്നോ? അപ്പൊ വീണ്ടും തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? ഒരു പ്രാവശ്യം ചെയ്ത് തെറ്റിന് ഞാൻ ഇത്രയും അനുഭവിച്ചു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സീത. ശരി ശരി, നിങ്ങളുടെ അഭിനയെല്ലാം ഇതോടെ മതിയാക്ക്. ഇതെന്താന്നറിയോ? കത്തി. ജീവിതകാലം മുഴുവൻ വെള്ളസാരി ഉടുക്കേണ്ടി വന്നാലും ഇനി തെറ്റ് ചെയ്തെന്നറിഞ്ഞ തലനടടിയിൽ കത്തി വെച്ചാ എങ്ങനെ മൂട് വരണേ? ആർക്ക്? നിങ്ങൾക്കോ? ആഹാ, തലയിടക്കടിയിൽ ആറ്റം ബോംബ് വെച്ച് കിടന്നാലും നിങ്ങൾക്ക് മൂട് വരും. ഏയ് നിർത്ത്, ഓവർ ആക്ട് ചെയ്യുന്നു. അതേ, ലൈറ്റ് അണച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അയ്യോ, എന്തു പറ്റി മോളെ? എനിക്കറിയില്ല അമ്മേ, തല ചുറ്റുന്നു, ശരീരമൊക്കെ വേദനിക്കുന്നു. നിനക്ക് വയറ്റിലുണ്ട് മോളെ? ആരാ മോളെ? വിവാഹം കഴിക്കാതെ ഞാൻ ഗർഭിണിയായി. എന്റെ ഈ അവസ്ഥ ലോകത്തില് ഒരു പെണ്ണിനെ ഉണ്ടാവരുത്. ഈശ്വരനല്ലാതെ മറ്റാരും എനിക്കില്ല അമ്മ. അയ്യോ, കരയാതെ മോളെ. അമ്മ എനിക്കൊരു സഹായം ചെയ്തു തരൂ. പറ മോളെ. ഒരു വയറ്റാട്ടിയെ വിളിച്ചോണ്ട് വരൂ. എന്തിനാ മോളെ? ഈ ഗർഭം അലസിപ്പിക്കാൻ. അങ്ങനെ ചെയ്യരുത്. ഒരമ്മയാകാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. കല്യാണം കഴിക്കാതെ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച സമൂഹം ഞങ്ങളെ അംഗീകരിക്കോ? എനിക്ക് കുഞ്ഞിനെ വേണ്ട. രാജേന്ദ്രനെങ്കിലും ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ മോളെ? വേണ്ട അമ്മേ, അദ്ദേഹം ചെയ്തു തന്ന സഹായത്തിന് എന്റെ ജീവൻ കൊടുത്താലും മതിയാവില്ല. ഈ കുഞ്ഞു കാരണം അദ്ദേഹത്തിന് ഒരു ദോഷം ഉണ്ടാവരുത്. ഇതിനെ ഇല്ലാതാക്കിയാൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ കാര്യം ആരും അറിയരുതമ്മേ. വയറ്റാട്ടിയെ വിളിച്ചോണ്ട് വാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ?